അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്. മനുഷ്യന്മാരെ പ്രത്യക്ഷത്തിൽ കാണേണ്ടത് അങ്ങനെ പുറത്തേക്ക് കാണേണ്ടത് അതനുസരിച്ചിട്ട് വിധി കൊടുക്കുക. അങ്ങനെ കൽബിൽ എന്തുണ്ട് എന്നുള്ളത് ഞങ്ങൾ നോക്കേണ്ടതില്ല, അത് അള്ളാഹു ഏൽപ്പിച്ചു വിടുക എന്ന ആ ബാബിലായിട്ട് ഞങ്ങൾ വിവരിച്ച് വന്നോണ്ടില്ല. ഇന്റെ ഇപ്പൊ വിവരിക്കാൻ പോണ്ട ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട് അബൂ മഅബദുൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് കേൾക്കുക, നബിയെ, ഞാൻ ഒരു മുശ്രിക്കിൽപ്പെട്ട ഒരുത്തരൊട്ടിയും ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ അങ്ങനെ അവൻ എൻ്റെ ഒരു കൈയുടെ അവൻ വാല് കൊണ്ട് കൊത്തിട്ട് മുറിച്ചെടുത്ത. പിന്നെ അവൻ എന്താക്കി വന്നെങ്കിൽ ഒരു മരത്തെ അഡ നിന്നിട്ട് അവനക്ക് ഞാൻ കൊല്ലുമ്പോ ഞാൻ അപ്പുറം ബാല് ബിയുമ്പോ തോന്നുന്നതൊക്കെ ഒരു മരത്തെ അഡ നിണ്ട് അർത്ഥം നിന്നിട്ട് അവൻ ചെന്ന അള്ളാഹുബേനായിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചില്ല, ഞാൻ മുസ്ലിം ആയില്ല എന്നാ ഞാൻ അവൻ്റെ കൊല്ലണോ അങ്ങനെ ചൊന്ന. പിന്നെ അപ്പൊ നബി തങ്ങ ചെന്ന അത് തീറാ, നീ കൊല്ല തീറാ. അവൻ എൻ്റെ കൈ കൊത്തിയെടുത്തറ തിട്ടറിന് ഞാൻ അവൻ്റെ കൊത്തുക എന്നുള്ള പേടിയിലായിട്ട് അവൻ ചൊല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെന്ന് നീ അവൻ്റെ കൊല്ലൊക്കെ തീറാൻ, നീ കൊന്നെങ്കിലോ നീന് അവൻ്റെ കൊല്ലുടേക്ക് മുന്നുള്ള നിന്റെ സ്ഥാനത്തിൽ അവനാവണം. പിന്നെ നീനോ അവൻ ആ പലക്ക ചൊല്ലേക്ക് മുന്നോളു അവനെങ്ങനെ നിന്നാണോ ആ സ്ഥാനത്തേക്ക് നീനും അവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക. അപ്പൊ അതെന്തെന്നെങ്കിൽ ഇയാളൊട്ടുക്ക് പൊറുതിയിട്ട് ഇയാൾ ഒരു കൈയുടെ അവൻ കൊത്തിട്ടും എടുത്തിട പിന്നെ ആയിട്ട് അവൻ ചൊല്ലേ ഞാൻ അള്ളാഹുക്ക് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചിരാൻ. അപ്പൊ നീ അവിടേക്ക് വിട്ടുപിടണം, അതിനപ്പുറം നീ അവന്റെ എന്താക്കോ തീരാം, കാരണം അവൻ ഇസ്ലാം കടന്നു വന്നിട്ടായിട്ട്. അപ്പൊ അവന്റെ പ്രത്യക്ഷത്തിൽ കാണേണ്ടത് മാത്രമേ ഞങ്ങൾ എന്താക്കുള്ളേ എടുക്കുകൊള്ളേ എന്ന അർത്ഥത്തിലായിട്ട്. അപ്പൊ അവിടെ കൽബിലുള്ളതോ അവൻ എന്തൊക്കെ വേണ്ടി ഇസ്ലാം സ്വീകരിച്ച് അതൊന്നും നീ നോക്കണ്ട, അത് അള്ളാഹു ഏൽപ്പിച്ചു പെടണം എന്ന ഒരു ഹദീസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസ് പ്രവേശിക്കാം. 392 വാൻ അബി മഅബദ് അൽ മിഖ്ദാദ് ഇബ്നു അൽ അസ്വദ് അബൂ മഅബദ് മിഖ്ദാദ് ഇബ്നു അൽ അസ്വദ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഖാല ഖുൽതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളൊട്ടിಗೆ ചൊന്നെ അറഅയ്ത നബി തങ്ങ ചൊന്തറു ഇൻ ലഖീതു റജുലൻ മിനൽ കുഫാർ, കാഫിരീങ്ങളിൽപ്പെട്ട ഒരു റജുലുമായി ഞാൻ ഏറ്റുമുട്ടിയെങ്കിൽ, അതാ അവന്റെ കണ്ടുമുട്ടിയ ഫഖ്തതൽ ഞാൻ എന്താക്കി യുദ്ധം ചെയ്ത ഫദറബ ഇഹദാ യദയ്യ ബിസ്സൈഫി, അവിടെ ബാല് കൊണ്ട് എൻ്റെ രണ്ട് കൈയിൽ നിന്ന് ഒരു കൈയിൽ അവൻ കൊത്തിയെടുത്ത. ഫഖതഅഹാ, അതിനെ അവൻ മുറിച്ചെടുത്ത. സുമ്മ ലാദ മിന്നി ബിശജറത്തിൻ, പിന്നെ നണ്ടിൽ നിന്നും ഒരു മരത്തെ അഡത്തിൽ പോയിട്ട് അവൻ നിണ്ട. ഞാൻ അപ്പറ അവന്റെ കൊത്തരയ്ക്ക് അവൻ ആ മരത്തെ പിറവിലായിട്ട് നിണ്ടത്. ഫഖാല അസ്ലംതു ലില്ലാഹ്, ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചാൻ ചൊന്നു. അഖ്തുലുഹു യാ റസൂലല്ലാഹ് ബഅദം ഖാലഹ, അത് ചൊന്നൽ പിന്നെ അവന്റെ ഞാൻ കൊല്ലണ നബിയെ. ഫഖാല ലാ തഖ്തുലുഹു, അപ്പൊ നബി തങ്ങൾ ചെന്ന് കൊല്ലണ. ഫഖുൽതു, ഞാൻ ചൊന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖത ഇഹദ യദയ്യ, നന്റെ രണ്ട് കൈയിൽ നിന്ന് ഒരു കൈയുടെ മുറിച്ചെടുത്ത. സുമ്മ ഖാല ബഅദ ദാലിക ബഅദ മാ ഖതഅഹ, സുമ്മ ഖാല ദാലിക ബഅദ മാ ഖതഅഹ, ഈ കൈയുടെ അവൻ എൻ്റെ കയ്യിൽ കൊത്തിയെടുത്താൽ പിന്നെ ആയിട്ടിക്കട അവൻ അള്ളാഹുക്ക് വേണ്ടി ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൻ ചൊല്ലേ. ഫഖാല ലാ തഖ്തുലുഹു, അപ്പം ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ അവന്റെ തീ പൊറുതണ്ട, അവന്റെ കൊല്ലണ്ട. ഫൈൻ ഖതൽതു, നീ കൊന്നേൻ കണ്ടെങ്കിൽ ഫൈന്നഹു ബിമൻസിലതിക ഖബല അൻ തഖ്തുലഹു, നീ കൊല്ലുടേക്ക് മുന്നോട്ട് നീ അങ്ങനെ നിന്ന ആ സ്ഥാനത്ത് അവൻ വേണ്ട, അവൻ ഇസ്ലാം സ്വീകരിച്ചില്ല. അപ്പൊ അവന്റെ കൊല്ലുട എന്നുള്ളത് നിനക്ക് അധികാരമില്ല. വൈന്നക ബിമൻസിലതിഹി, നീ അവന്റെ സ്ഥാനത്ത് അവിടെ ഖബല അൻ യഖൂല കലിമതഹു അല്ലതി ഖാല, അവൻ ഞാൻ അള്ളാഹു വേണ്ടി ഇസ്ലാം സ്വീകരിച്ചാൻ ചൊന്നില്ലേ, അതുക്ക് മുന്നിൽ എങ്ങനെ നിന്നാണോ ആ സ്ഥാനത്തിൽ നീ അവിടെ. ആ ചൊന്നതിന്റെ അർത്ഥം ആ കുടുംബക്കാർക്ക് നിന്റെ കൊല്ല അധികാരമുണ്ട്, നീ അവിടെ കൊന്നില്ലേ. അപ്പൊ കൊന്നവന്റെ കൊല്ലണുണ്ടല്ലേ, അപ്പൊ അവന്റെ ഫാമിലിയുടെ അങ്ങ് നിന്റെ കൊല്ല അധികാരമുണ്ട്. കാരണം എന്താന്ന് ഇസ്ലാം സ്വീകരിച്ച ഓർത്തന് നീ കൊന്ന എന്നായിട്ടിക്കട്. അപ്പൊ ആ ഒരു ശിക്ഷ എനിക്ക് ആ ഫാമിലിയുടെ അങ്ങ് കേൾക്കുകയോട് മുത്തഫഖുനലി. അതാ ഒമാന അന്നഹു ബി മൻസിലത്തിക്കാൻ ചൊന്നതിനർത്ഥം അവൻ നിന്റെ സ്ഥാനത്തും ചൊന്നതിനർത്ഥം ഐ മസൂമുദ്ദമി മഹ്കൂം ബി ഇസ്ലാമി, അവന്റെ പിന്നെ കൊല്ലുക അവന്റെ ചോര ഉൾഗോട്ടൊക്കെ തീറ അവൻ ഇസ്ലാമായ എന്നതുകൊണ്ട് അവൻ വിധിക്കപ്പെട്ടവനാണ് എന്നായിട്ട്. അതായത് അവൻ നിന്റെ സ്ഥാനത്താണ് എന്ന് ചൊന്നതിനർത്ഥം. ഒമാന അന്നക ബി മൻസിലത്തി, നീ അവന്റെ സ്ഥാനത്താണെന്ന് ചൊന്നല്ലേ.
ಅದರರ್ಥ ಐ ಮುಬಾಹುದ್ದಮಿ ಬಿಲ್ ಕಿಸಾಸಿ ಲಿವರತತಿ, ആ മനുഷ്യരുടെ അവകാശികൾക്ക്, അനന്തര അവകാശികൾക്ക് നിന്റെ കൊല്ലകു, നീ കൊന്നതുക്ക് പേനായിട്ട് കിസാസ് എടുക്കുമല്ലോ അധികാരം ആങ്ങളെ ഫാമിലിക്ക് ഉണ്ട്. കാരണം എന്തേ ലാ അന്നഹു നീ ഇസ്ലാമായ ഒരു വ്യക്തിയെ കൊന്ന എന്നതായിരിക്കും. ലാ അന്നഹു ബി മൻസിലത്തി ഫിൽ കുഫ്ർ അല്ലാഹു അലം, നീ അവനെ കൊന്നത് കൊണ്ട് കാഫിറായ എന്ന അർത്ഥത്തിലല്ല, നീ അവന്റെ സ്ഥാനത്തിന് ചൊന്നല്ലേ. അവൻ ആ കലിമത്ത് ചൊല്ലേക്ക് മുന്നൽ എങ്ങനെ ഇന്നാണോ ആ സ്ഥാനത്തേക്ക് നീ എത്ര ചെന്നതിനർത്ഥം അവൻ അയക്ക് മുന്നൽ കുഫ്രിയത്തിൽ നിന്ന് ആ കുഫ്രിയത്തിന് നീ എത്ര എന്നർത്ഥം അല്ല. അവന്റെ കൊന്നതുക്ക് പേനായിട്ട് കിസാസ് എടുക്കുകയുള്ള അധികാരം അവന്റെ കുടുംബത്തേക്ക് പണ്ട് എന്ന അർത്ഥത്തിലായിട്ടിക്കല്. അപ്പോ ഇവിടെ ഈ ഹദീസ് എന്ത് കായിട്ടിക്കട് കൊണ്ടുവന്നു കേട്ടെങ്കിൽ അവന്റെ പ്രത്യക്ഷത്തിൽ കാണ്ടതിന് മേലായിട്ടിക്കട് ഇസ്ലാമിലെ വിധി കൊടുക്കടേ. അവൻ ഇസ്ലാം സ്വീകരിച്ചിടാൻ ചൊന്നാൻ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതോടെ അവിടെ അത് ഇതാക്കണം. അത് ഉൾഗത്തെ അവന്റെ കൽബിൽ എന്തുണ്ട്, അവന്റെ തടിയുടെ കാത്തുറക്കുമ്പോനായിട്ട് ചൊന്നരമ അതൊന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ പ്രത്യക്ഷത്തിൽ കാണ്ടതിന് ലാഹിറിൽ കാണ്ടതിന് മേലെ മാത്രം ഞങ്ങൾ വിധി കൊടുക്കുക അധികാരമുണ്ട്. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.